ആ തൊപ്പി CPIക്ക് ചേരില്ല. CPI അർത്ഥപൂർണമായ വികസനത്തെ പിന്താങ്ങുന്ന പാർട്ടിയാണ്, അല്ലാതെ വികസനത്തിൻ്റെ വഴി മുടക്കുന്ന പാർട്ടിയല്ല. ഏതോ ഒരു പാർട്ടിയെപ്പറ്റി പറഞ്ഞു, ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല. CPI അല്ല പാർട്ടി. ഇപ്പോൾ ഹർജി കൊടുത്താൽ തന്നെ പറഞ്ഞല്ലോ യാതൊരു ബന്ധവും ഇല്ലെന്ന പാർട്ടിയായിട്ട്. എന്നിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയെ, ഈ പാർട്ടിയല്ല അത് ഉറപ്പിക്കാം. പിന്നെ അത്തരത്തിൽ അങ്ങനെ ഒരു വികസനം മുടക്കുന്ന ഒരു ശൈലി നമുക്കില്ല ഇപ്പോഴത്തെ കാലത്ത്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒന്നാമത്തെ ശില്പി അച്യുതമേനോൻ. ഈ പാർട്ടി അച്യുതമേനോൻ്റെ പാർട്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനത്തിൻ്റെ പാർട്ടിയാണ് CPI. അത് ഉറപ്പല്ലേ. വികസനം മുടക്കുന്നൊന്നും CPI ചെയ്യില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു പാർട്ടി നടപടിയെടുക്കുക, എന്താണ് CPIയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്? അത് സംശയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്ത്രീകളുടെ അവകാശങ്ങളുടെ പാർട്ടിയാണ്. സ്ത്രീത്വം മാനിക്കപ്പെടണം. ഒരു പാർട്ടിയിലും ഒരു സമൂഹത്തിലും സ്ത്രീ ആണിൻ്റെ ആജ്ഞാനുവർത്തിയല്ല, സുഖഭോഗ വസ്തുവല്ല. തോന്നുമ്പോൾ എടുക്കാനും തോന്നുമ്പോൾ കളയാനുമുള്ള ചരക്കല്ല സ്ത്രീ. സ്ത്രീ ആണിനെ പോലെ തന്നെ സമൂഹത്തിൽ തുല്യാവകാശമുള്ള മഹത്തായ പ്രതിഭാസമാണ്. അവരെയാണ് സ്ത്രീ. ആ സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളെയും, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ, അവരുടെ ലൈംഗികാവകാശങ്ങൾ തുടങ്ങിയ എല്ലാ അവകാശങ്ങളെയും പാർട്ടി മാനിക്കും. അതുകൊണ്ട് തന്നെ ഒരാണും സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ എന്ത് ചെയ്താലും തെറ്റാണ്. ഇതിൽ മുകേഷിന്റെ കാര്യമാണ് ഇവർ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. മുകേഷ് MLAക്കെതിരെ ഇതുപോലെ പരാതി വന്നു, പോലീസ് കുറ്റപത്രം കൊടുത്തു, അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു നടപടി എടുത്തില്ല. ആ വിഷയത്തിൽ എന്താണ്? അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നീതിബോധം പറയട്ടെ. കോൺഗ്രസ് പാർട്ടിക്ക് മൂല്യബോധം ഉണ്ടെങ്കിൽ ആ മൂല്യബോധം പറയട്ടെ. കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളെപ്പറ്റി പരിഗണന ഉണ്ടെങ്കിൽ ആ പരിഗണന പറയട്ടെ. അല്ലാതെ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷ് MLA സ്ഥാനത്ത് തുടരുകയാണ് അങ്ങനെ ഒരു അല്ല, അത് ഇതും കൂടി ഇപ്പോൾ കുട്ടിക്കൊടുക്കണ്ട.